അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എങ്ങനെ കൂട്ടരെ നൗഷാദിന് കുരു പൊട്ടാതിരിക്കുക? നൗഷാദിനെ എടുത്തിന് എറിഞ്ഞപ്പോൾ നൗഷാദ് 2013 തുടങ്ങിയതാ. തുണി മടക്കി കുത്തിയിട്ട് നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം, അങ്ങോട്ട് കാണിച്ചു തരാം, അങ്ങോട്ട് കാണിച്ചു തരാം, എപ്പം പൂട്ടിപ്പോവുങ്ങൾ എന്നൊക്കെ പറഞ്ഞു കണ്ട് നടന്ന് അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞൊല്ലം വന്നപ്പോൾ പറഞ്ഞു ഈ റമദാനിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്ത് വിടാണ്ട് അതോടെ നിങ്ങൾ അടപ്പ് ഒരു ആഫീസ് പൂട്ടും എന്നൊക്കെ പറഞ്ഞുകാണ്ട് എന്നാ റമദാൻ കഴിഞ്ഞ് ചൊവ്വാല് കഴിഞ്ഞ് എന്തേക്കും കുൽമാല ആവോച്ചിട്ട് നമ്മളിങ്ങനെ കാത്തുത്തിരിക്കുക. അതിൻ്റെ അടിയിൽ കണ്ടിക്കണ് ഷെയ്ഖ് കോമാട്ടുകാലിൽ അതും കണ്ടിക്കണ്. പെട്ടെന്ന് ദുബായിക്കാണ് പോയി, ഗ്ലോബൽ വില്ലേജിക്ക്. അവിടെ ചെന്ന് കാണുന്ന കുറേ പെണ്ണുങ്ങളെ ഫഹദും അവിടെയും ഇവിടെയൊക്കെ ഉള്ള വെളിപ്പെടുത്തുന്ന സ്ഥലത്തൊക്കെ പോയിക്കണത്. പിന്നെ മൂപ്പര് വന്ന് നോക്കുമ്പോൾ മൂപ്പരുടേതായ ആദ്യ സൂഫീസാണ് വിട്ടു. പിന്നെ മൂപ്പര് അങ്ങനെയാണല്ലോ, അങ്ങനെ ചെറിയൊരു സൂഫീസത്തിൽ നിന്ന് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വന്ന് പിന്നെ മൂപ്പര് പറഞ്ഞു ഇനി മൂല്യമാരെ കാലല്ല നാടന്മാരെ കാലാണ്, ഇനി നിങ്ങൾ പറയണ എന്താന്ന് ഞങ്ങൾ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്ന് അതിൻ്റെ അടിയിൽ നൗഷാദ് ഇങ്ങനെ കൊരച്ചി അടിക്കാണ്ട് ഇങ്ങനെ നടക്കുക. അങ്ങനെയാണല്ലോ ഈ ഇറച്ചിപ്പരക്ക കൂടി ഉണ്ടാവുമല്ലോ ചന്ദ്രപ്പട്ടികൾ ഇങ്ങനെ നടക്കണത് എന്നതുപോലെ കുഞ്ഞേമതും പമ്പേഴ്സും നൗഷാദും ഇങ്ങനെ നടന്നു. അതിൻ്റെ അടിയിലാണ് ഇപ്പോൾ കേരള യാത്ര വന്ന് കേരള യാത്രയിലാണ് അരീക്കോട് വന്ന് നോക്കുമ്പോൾ അവിടെ റോട്ടുമെന്നൊരു പെണ്ണ് ഇതൊക്കെ പാടെ കണ്ടുകാണ്ട് മുസ്ലിമായൊരു പെണ്ണ് കണ്ടുകാണ്ട് വീഡിയോ ചെയ്തു. വല്ലാത്തൊരു സംഭവം തന്നെ ഇട്ട് ഇമ്മ വലിയൊരു കണ്ടുകാണ്ട്. ഇപ്പം പാലക്കാട് വന്ന് നോക്കുമ്പോൾ പിന്നെ അവിടെ അതാ പാലക്കാട്ടത്ത് വേറൊരു മുസ്ലിമായൊരു പെൺകുട്ടി. ആ പെൺകുട്ടി പറയാ ധന്യ പറഞ്ഞ പെൺകുട്ടി പറയാം, ഞാൻ എൻ്റെ മോനെ ഉസ്താദിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്, AP ഉസ്താദിൻ്റെ അടുത്തേക്ക് അനുഗ്രഹം വാങ്ങിക്കാൻ. AP ഉസ്താദിന് ഒരു വലിയൊരു പണ്ഡിതനാണല്ലോ, നല്ലൊരു മനുഷ്യനാണല്ലോ, അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി കൊണ്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ ചാനൽ എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ AP ഉസ്താദിനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. നല്ല പുകയറ്റിയിട്ട് AP ഉസ്താദിനെയും അതുമായി ബന്ധപ്പെട്ട ഉസ്താദുമാരെ. മുസ്ലിമായ ഒരു പെൺകുട്ടിയാണ്. കാരണം ആ കുട്ടിക്ക് വരെ കാര്യം മനസ്സിലായി, ബോധ്യപ്പെട്ടു. കാരണം എന്താണ്, മനുഷ്യർക്കൊപ്പമാണല്ലോ AP ഉസ്താദിൻ്റെ ഈ യാത്ര തന്നെ. എന്താണ് മനുഷ്യർക്കൊപ്പം എന്നുള്ള ഈ യാത്ര, അത് വലിയൊരു മനുഷ്യർക്കൊപ്പം എന്നുള്ളൊരു മുദ്രാവാക്യം, അത് വല്ലാത്തൊരു സംഗതിയാണ്. അത് തിരിയാത്ത ആൾക്കാരുണ്ട് കേട്ടോ, രാഷ്ട്രീയ തമ്പുരാക്കന്മാരിൽപ്പെട്ടവർ അത് തിരിയാത്തവരുണ്ട്. അത് ആ ആളൊന്ന് നോക്കാൻ നമുക്ക്, അയാൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നാ തോന്നുന്നു, എന്നിട്ട് അയാൾ അതിനൊന്ന് പരിഹസിക്കുന്നുണ്ട്, അതൊന്ന് നോക്കുക. അതിക്ക് ജമാഅത്തെ ഇസ്ലാമി കുറേയുണ്ട്. ഇപ്പോൾ കേരള ജമാഅത്തെ ഇസ്ലാമി എന്നും പറഞ്ഞിട്ടല്ലേ ഇപ്പോൾ AP-ന്റെ ജമാഅല്ലേ അല്ലേ, മുസ്ലിം ജമാഅത്ത് അല്ല, കുറെ കാശ്മീർ ജമാഅത്ത് ഉണ്ട്, കാശ്മീർ ബംഗ്ലാദേശിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്, നിരവധിയുണ്ട്. സഹോദര, ഇങ്ങനെ ഒരു പത്രസമ്മേളനമൊക്കെ നടത്തുമ്പോൾ ഒന്ന് ശരിക്ക് എഴുതിയാണ്ട് ചോദിച്ചു പഠിച്ചതിനും ചെയ്തുകൂടെ? കാന്തപുരത്തിൻ്റെ കേരള ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളതല്ലേ കേരള യാത്ര നടക്കുന്നത്? കേരള ജമാഅത്തെ ഇസ്ലാമി അങ്ങനല്ല, ജമാഅത്തെ ഇസ്ലാമി ആ ചെറുതായിട്ടൊരു ചെരിവുണ്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമി അത് ഇതിലില്ല. ഇതിൽ കേരള മുസ്ലിം ജമാഅത്ത് എന്നാണ്, കേരള മുസ്ലിം ജമാഅത്ത് അതാണ്. അതൊന്ന് ശരിക്കും ചൊല്ലിപ്പടിച്ചിട്ട് വേണ്ടിയിരുന്നു പത്രസമ്മേളനം നടത്താൻ. ഏതായാലും അങ്ങനെയൊക്കെ നടത്തുമ്പോൾ ഏതായാലും പോട്ടെ. ഏതായാലും നമ്മളെ ധന്യയുടെ മോനെ AP ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് അനുഗ്രഹം വാങ്ങിപ്പോരുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം. പാലക്കാട് മഹാനായ സുൽത്താനുൽ ഉലമ എത്തിയപ്പോൾ മുസ്ലിമായ ചെറിയൊരു കുട്ടിയെ പറഞ്ഞയച്ചിട്ട് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ കൂട്ടരെ പൊട്ടാതിരിക്കുക? നമ്മൾ നൗഷൂന്റെ കുരു പൊട്ടുകൊള്ളിക്കുക, ഒലിച്ചും പൊട്ടിക്കാണ്ട് എന്താ നോക്ക്. ഉസ്താദിനെ കണ്ടിരിക്കുകയാണ്, ഉസ്താദിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ചോദിച്ചു ഈ ഉസ്താദ് ആരാ, പടച്ചോനാണെന്നൊക്കെ ചോദിച്ചു. പടച്ചോനല്ല, മനുഷ്യനാണ്, മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന മനുഷ്യനെ. ഈ സഹോദരി AP ഉസ്താദിനെ കാണാൻ വേണ്ടി നിന്നപ്പോൾ പലരും വന്ന് പറഞ്ഞു ഇതൊക്കെ പടച്ചോനേറ്റാണോ? പടച്ചോനൊന്നല്ല, മനുഷ്യരോടൊപ്പം നിൽക്കുന്ന മനുഷ്യനാണ്, മനുഷ്യരോടൊപ്പം നിൽക്കുന്ന മനുഷ്യൻ. അങ്ങനെയുണ്ട് അതിൻ്റെ ഇടയിൽ. അതല്ല രസം, അതാണല്ലോ
മനുഷ്യർക്കൊപ്പം എന്നുള്ള പ്രമേയത്തോടു കൂടെ ഇറങ്ങിയിട്ടുള്ളത്. അതാ സഹോദരി പറഞ്ഞു കൊടുത്തു. കാണാനാണ് എൻ്റെ മാം പോയത്. അദ്ദേഹത്തിന് അനുഗ്രഹം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ എന്തായാലും ഞാൻ ആ വീഡിയോ ഇവിടെ വെക്കുന്നുണ്ട്. ആ കണ്ണൂരിലേക്കുള്ള കാഴ്ച കാണാനായിട്ട് ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുള്ള ദിവസങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് സാധിച്ചത്. എന്തായാലും ദൈവത്തിനോടും നിങ്ങൾ ഇതിൽ ഓരോരുത്തരുടെ പേര് പറയാൻ പറ്റില്ല. ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരായിരം നന്ദിയായി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇവിടെ തന്നെയാണ് പരമാവധി ആളുകൾ നിസ്കരിക്കുന്നത്. ഇതിന്റെ തൊട്ട് മുൻവശത്തുള്ള ഒരു ഓഡിറ്റോറിയം, ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ നിസ്കരിക്കാൻ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 20-50 അടി നടന്നാൽ വലിയൊരു മസ്ജിദ് ഉണ്ട്. അതും നിസ്കരിക്കാൻ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. പരമാവധി സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തണം. നാം പ്രതീക്ഷിക്കുന്നതിലേറെ വലിയൊരു ജനപ്രവാഹം ഇവിടെ ഉണ്ടായതുകൊണ്ട് വേണ്ടത്ര സൗകര്യം ഒരുക്കാൻ സാധിച്ചിട്ടില്ല. ക്ഷമിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഗാർഡംഗങ്ങൾ അവരവരിയ്ക്കുന്ന ചെയർ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് നിസ്കരിച്ച് നിസ്കാരാനന്തരം അതേപോലെ തന്നെ ചെയറുകൾ വൃത്തിയാക്കി ഒരുക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെ പാടം കണ്ട് കാണുമ്പോഴേ. ഇപ്പോൾ ആ തെന്നിൻ്റെ മോന് എ പി ഉസ്താദിൻ്റെ അടുത്തേക്ക് ചെന്ന് എ പി ഉസ്താദിൻ്റെ അടുത്ത് അനുഗ്രഹം വാങ്ങി എ പി ഉസ്താദ് ബർക്കത്തിന് എന്തോ കൊടുത്തുകാണ്ട് വിടുകയും ചെയ്തു അല്ലേ. ഇതൊക്കെ നമ്മൾ കാണല്ലേ. ഇതൊക്കെ ഇങ്ങനെ എല്ലാ ജനങ്ങളും, ലോകത്തുള്ള നാനാജാതി ജനങ്ങളും ശ്രദ്ധിക്കല്ലേ. എല്ലാ ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബുകളും അതുപോലെ ഇൻസ്റ്റഗ്രാമുകളും എവിടെ തുറന്നാലും സുൽത്താനുൽ ഉലമയുടെ കേരള യാത്രയല്ലേ കാണുന്നത്. ഇത് കാണുമ്പോൾ ഈ വട്ടൂരികളുടെ, കോമാടൻ്റെ, ഭൂത്താനിയുടെ ഇത് ആരെങ്കിലും നോക്കാൻ നിൽക്കുമോ? നമ്മളിപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്കത് ചിരി വരികയാണോ എൻ്റെ കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ. ചില ഏതോ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ചർച്ചയൊക്കെ കൊടുത്തിട്ടാണ് അവൻ പ്രസംഗിക്കുന്നത്. ഇപ്പം ഇങ്ങനെ മേപ്പിട്ട് നോക്കാം. എന്താ ചെയ്യാൻ ഉഷാദേ, എന്താടാ ഇക്കോലത്തിലൊക്കെ ആയാലേ. കേരള യാത്ര കഴിയുമ്പത്തിന് വട്ടൂരികളുടെ ചങ്കില വെള്ളം പറ്റുമെന്നാണ് തോന്നുന്നത്. ചങ്കില വെള്ളം പറ്റും, മിക്കവാറും ചങ്കില വെള്ളം പറ്റും. അല്ല, നമ്മളെ കോമാടനിപ്പോൾ എവിടെ? കോമാടൻ വലിയ ഭൂത്താനിയെ കാണുന്നില്ലല്ലോ, ഒരു വിവരമല്ല. വലിയ ഭൂത്താനി മറ്റേ കാട്ടിക്കേറ്റ കയറിയോ? അതല്ല, ഗ്ലോബൽ കേറ്റ പോയോ?